ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. നമ്മുടെ എവറി ഡേ ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ റൈറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് അഡ്വാൻസ്ഡ് വൊക്കാബുലറി ആണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. സോ നമുക്ക് ഫ്രേസിലേക്ക് പോകാം. അവർ ഫസ്റ്റ് ഫ്രേസ് ഈസ് സ്പിൽ ദ ബീൻസ്. സ്പില്ലെന്ന് കേട്ടിട്ടുണ്ടല്ലോ. സ്പില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുറത്തേക്ക് തൂകുക, പുറത്തേക്ക് കളയുക, അതാണ് സ്പിൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേ ആശയം തന്നെയാണ് ഇവിടെയും വരുന്നത്. സ്പിൽ ദ ബീൻസ് എന്ന് പറയുമ്പോൾ ടു റിവീൽ എ സീക്രട്ട്, ഒരു രഹസ്യം പുറത്ത് പറയുന്നതിനെയാണ് സ്പിൽ ദ ബീൻസ് എന്നുള്ള ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, don't tell my sister anything confidential. She is very weak in keeping secret. She would always spill the beans. My sister വളരെ വീക്കാണ് സീക്രറ്റ്സ് കീപ്പ് ചെയ്യുന്നത്. സോ രഹസ്യം കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒന്നും തന്നെ പറയരുത്. ഷീ വുഡ് ഓൾവേസ് സ്പിൽ ദ ബീൻസ്, അത് പുറത്ത് പറയും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്പിൽ ദ ബീൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദ സെക്കൻഡ് ഫ്രേസ്, അറൗണ്ട് ദ കോർണർ. അറൗണ്ട് ദ കോർണർ. അറൗണ്ട് ദ കോർണർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി നിയർ, വളരെ അടുത്ത്. അതാണ് അറൗണ്ട് ദ കോർണർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഗ്രേറ്റ് റെസ്റ്റോറൻറ്റ് ഈസ് ജസ്റ്റ് അറൗണ്ട് ദ കോർണർ. റെസ്റ്റോറൻറ്റ് വളരെ അടുത്ത് തന്നെയാണ്. ദ ഫെസ്റ്റിവൽ ഈസ് ജസ്റ്റ് അറൗണ്ട് ദ കോർണർ. സോ ഇറ്റ്സ് ദ ടൈം ടു ഷോപ്പ് അറൗണ്ട് ഫോർ ബാർഗെയിൻസ്. അല്ലേ, ഫെസ്റ്റിവൽ വളരെ അടുത്താണ്, അതുകൊണ്ട് ഷോപ്പിങ്ങിനൊക്കെയുള്ള ടൈമാണ് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവർ നെക്സ്റ്റ് ഫ്രേസ് ഈസ് എ ഡ്രോപ്പ് ഇൻ ദ ഓഷൻ. സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം, അല്ലേ, ലിറ്ററലി പറയുവാണെങ്കിൽ. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ എമൗണ്ട് ആണ്, അല്ലേ. അത് തന്നെയാണ് ഇവിടെ ഈ ആശയത്തിൻ്റെ മീനിങ്ങും. വെരി സ്മോൾ എമൗണ്ട്. എ ഡ്രോപ്പ് ഇൻ ദ ഓഷൻ മീൻസ് വെരി സ്മോൾ എമൗണ്ട്, അല്ലേ. ഫോർ എക്സാമ്പിൾ, അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ഡ്രോപ്പ് ഇൻ ദ ഓഷൻ കമ്പയർഡ് ടു ബിഗ് ഇൻവെസ്റ്റേഴ്സ്. വലിയ ഇൻവെസ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ സ്മോൾ എമൗണ്ട് ആണ്, വളരെ തുച്ഛമാണ് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വേറൊരു എക്സാമ്പിൾ പറയാം. ഇൻ ദിസ് സെനാറിയോ ഈവൻ 200 million units വിൽ ബി ലൈക്ക് എ ഡ്രോപ്പ് ഇൻ ദ ഓഷൻ. ഈ ഒരു സെനാറിയോയിൽ 200 million units പോലും ഒരു ഡ്രോപ്പ് ഇൻ ദ ഓഷൻ, അത്രയ്ക്കേ ഉള്ളൂ, അതിൻ്റെ വാല്യൂ അത്രയ്ക്കേ ഉള്ളൂ, വളരെ സ്മോൾ എമൗണ്ട് ആണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡ്രോപ്പ് ഇൻ ദ ഓഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. Now we move on to the next phrase, talk of the town. Talk of the town. എന്താണ് talk of the town എന്ന് പറഞ്ഞാൽ? നഗരത്തിൻ്റെ സംസാര വിഷയം. മലയാളത്തിൽ പറയുവാണെങ്കിൽ നഗരത്തിൻ്റെ സംസാര വിഷയം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ലേറ്റസ്റ്റ് ഇഷ്യൂ തന്നെ പറയാം. ദ പാൻഡമിക് COVID-19 is the recent talk of the town. അങ്ങനെ പറയാം, അല്ലേ. ലോകത്തിൻ്റെ നാടിന് വേണ്ടി എല്ലാം സംസാരം എന്താണ്? COVID-19, അതിൻ്റെ പ്രശ്നങ്ങളും പ്രോബ്ലംസും ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ചർച്ചാ വിഷയം, അല്ലേ, എപ്പോഴത്തെയും സംസാരം. അപ്പോൾ അതിന് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കിത് പറയാം, ഈ ഫ്രേസ് യൂസ് ചെയ്യാൻ പറ്റും. COVID-19 is the recent talk of the town. എന്നുവെച്ചാൽ നഗരത്തിൻ്റെ സംസാരമാണ് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Her new haircut was so edgy that it became the talk of the town. അവളുടെ പുതിയ ഹെയർ കട്ട് ഭയങ്കര കൂൾ, എഡ്ജി മീൻസ് കൂൾ, ഭയങ്കര ഇതായിരുന്നു, അത് ടോക്ക് ഓഫ് ദ ടൗൺ, നഗരത്തിൻ്റെ സംസാര വിഷയമായി മാറി എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടോക്ക് ഓഫ് ദ ടൗൺ എന്താണെന്ന് മനസ്സിലായല്ലോ. നൗ വി മൂവ് ഓൺ ടു ദ ഫിഫ്ത്ത് ആൻഡ് ലാസ്റ്റ് ഫ്രേസ്, ലെറ്റ് ബൈഗോൺസ് ബി ബൈഗോൺസ്. എന്താണ് ലെറ്റ് ബൈഗോൺസ് ബി ബൈഗോൺസ്? വാട്ട്സ് ഡൺ ഈസ് ഡൺ. പോയത് പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഡോണ്ട് വറി അബൌട്ട് ദ പാസ്റ്റ്. പാസ്റ്റിനെ കുറിച്ചുള്ള വരി വേണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു, പോയത് പോട്ടെ. ലെറ്റ് ബൈഗോൺസ് ബി ബൈഗോൺസ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എന്ത് പറയാം? ഐ ഫീൽ വി ഷുഡ് ലെറ്റ് ബൈഗോൺസ് ബി ബൈഗോൺസ് ആൻഡ് മൂവ് ഓൺ ടു ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ ലൈഫ്. അല്ലേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് ലൈഫിൻ്റെ ഇമ്പോർട്ടൻറ്റ് തിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദേ ഡിസൈഡഡ് ടു ലെറ്റ് ബൈഗോൺസ് ബി ബൈഗോൺസ് ആൻഡ് മെയ്ഡ് പീസ് വിത്ത് ഈച്ച് അതർ. അല്ലേ, അവർ പഴയതൊക്കെ മറന്ന്, പഴയതൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് പരസ്പരം സമാധാനം കണ്ടെത്തി ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ലെറ്റ് ബൈഗോൺസ് ബി ബൈഗോൺസ് എന്ന് പറഞ്ഞാൽ വാട്ട്സ് ഡൺ ഈസ് ഡൺ, ഡോണ്ട് വറി അബൌട്ട് ദ പാസ്റ്റ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ 5 ഫ്രേസായി, അല്ലേ. പുതിയ
ന്യൂ വൊക്കാബുലറി. അപ്പോൾ ഇത് നിങ്ങൾ തറവാക്കണം കേട്ടോ. നമുക്ക് കുറച്ച് പഠിച്ചാൽ മതി. ഒരുപാട് അറ്റ് എ ടൈം ഒരുപാട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മെമ്മറൈസ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് പഠിക്കുന്നതിലല്ല, കുറച്ച് പഠിച്ചിരുന്നാലും അത് വളരെ നന്നായി എത്രത്തോളം ഭംഗിയായി പഠിക്കുന്നു, എത്രത്തോളം ഭംഗിയായി മെമ്മറൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇന്നത്തേക്ക് ഇവിടെ നമുക്ക് നിർത്താം. ഓക്കെ, അപ്പം എന്നും പറയുന്ന പോലെ തന്നെ ഇന്നും പറയുവാണ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ ടൈം വളരെ ക്രൂഷ്യലാണ്. ഡേ ബൈ ഡേ നമുക്ക് വളരെ ടെൻഷൻ തരുന്ന സിറ്റുവേഷൻസ് ആണല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോ എന്താ പറയുക, സ്റ്റേ ഹോം, സ്റ്റേ സേഫ് ആൻഡ് ടേക്ക് കെയർ.